ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പം ഈ കഴിഞ്ഞ RRB NTPC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മാത്സും റീസണിങ്ങിലൊക്കെ ഉള്ള പോലെ തന്നെ GK സബ്ജക്റ്റുകളിലും എന്താണ് ആ ഒരു പാറ്റേണിൽ വ്യത്യാസമുണ്ട്. അപ്പൊ സയൻസിലെ നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിൽ എല്ലാം ചെറിയ തോതിൽ എന്തുണ്ട്, ഒരു പാറ്റേൺ വ്യത്യാസമുണ്ട്. പാറ്റേൺ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അതനുസരിച്ചിട്ട് ആ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കാരണം ഇത് ഇനി അടുത്ത എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ക്ലാസ്സിൽ എല്ലാവരും എന്താ ചെയ്യാ, എക്സ്ട്രാ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഫാക്ട്സ് ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നോട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, what can be the shape of the trajectory of a charged particle moving in a uniform magnetic field? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ അതിന്റെ പാത്ത്, ആ ഒരു ഫീൽഡിൽ കൂടെ എങ്ങനെയാണ് ഇത് സഞ്ചരിക്കുന്നത്, ആ പാത്ത് എന്തുവാന്നാ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് എലിപ്റ്റിക്കൽ ഒരു ഓപ്ഷൻ ആണ്, 2 ഹെലിക്കൽ, ഓക്കെ ഹെലിക്സ് പോലെ, അടുത്തത് പരാബോള ഷേപ്പ്, 4ാമത് ഹൈപ്പർബോള. ഓക്കെ, ഇതായിരിക്കും 4 ഓപ്ഷൻസ് ഉണ്ടാവുക. ഏതായിരിക്കും നിങ്ങൾ ആൻസർ ആയിട്ട് എടുക്കുക? ഓപ്ഷൻസ് ഓൾറെഡി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മീൻസ് തോന്നുന്നുണ്ടാവും ഏതായിരിക്കും ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെലിക്കൽ ആണ്. ഓക്കെ, ഇനി ഈ ഹെലിക്കൽ രീതിയിൽ മാത്രമേ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ പാസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അല്ല, സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഹെലിക്സ് പോലെ പാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സർക്കുലർ മോഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ചാർജുകൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഈ 4 ഓപ്ഷനിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഏത് മാത്രമാണ്, ഹെലിക്കൽ പാത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു ചാർജ് പാർട്ടികൾ മൂവ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഹെലിക്കൽ മാത്രമല്ല. അപ്പൊ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഒരു ചാർജ് എന്ത് ചെയ്യാണ്, മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വെച്ചേക്കുവാണെന്ന് വിചാരിക്കാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചേക്കുവാണ്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് B എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിൽ എപ്പോഴും കാണിക്കുന്ന B വെച്ചിട്ടായിരിക്കും. അപ്പൊ ചാർജിനെ ഇവിടെ വെച്ചേക്കുവാണ്. ഇനി ഈ ചാർജ് ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക, ഇപ്പം വെറുതെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജിന് ഒരിക്കലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്റ്റാറ്റിക് ആയിട്ടുള്ള ചാർജിന് വേണമെങ്കിൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ചാർജുകൾക്ക് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാർജുകൾ മൂവ് ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വെലോസിറ്റിയിൽ ഈ ചാർജ് ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം, മൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഒന്നുകിൽ ഈ ഒരു എന്താണ് മൂവ് ചെയ്താൽ മാത്രമേ അതിന് ചുറ്റും എന്തുണ്ടാവുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ചാർജ് വെച്ചേക്കുവാണെന്ന് വിചാരിക്കുക, അത് മൂവിങ് ആയിട്ടുള്ള ചാർജ് ആണെന്ന് വിചാരിക്കുക. ഈ ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഓക്കെ, ആ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഒന്നുകിൽ എന്താണ് പാരലൽ ആയിട്ട് എടുക്കുക, ആന്റി പാരലൽ ആയിട്ട് എടുക്കുക, പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഓരോ കണ്ടീഷനിലും നമ്മുടെ ഈ ചാർജ് മൂവ് ചെയ്യുന്നത് ഓരോ പാത്ത് വഴിയായിരിക്കും. ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ചിലപ്പോൾ ഹെലിക്കൽ ആയിരിക്കും. അപ്പൊ ആ കണ്ടീഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് ഇരിക്കുവാണെങ്കിൽ ആ ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാർജിന് മുകളിലായിട്ട് ഒരു ഫോഴ്സ് ഇതിന് അനുഭവപ്പെടും. ഓക്കെ, ആ ഫോഴ്സിനെ പറയുന്ന പേര് F, മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ്, അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് QV ക്രോസ് B എന്ന് പറയും. ഓക്കെ, ക്രോസ്, ആ ഒരു ക്രോസ് മാറ്റാൻ നമുക്ക് QVB സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. F ഈക്വൽസ് QVB സൈൻ തീറ്റ എന്ന് പറയും. ഓക്കെ, ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വെലോസിറ്റിയുടെയും അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇടയിലുള്ള ആ ഒരു ആംഗിൾ ആണ്.
ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തീറ്റ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക, എപ്പോഴും ഈ ഒരു ഫോഴ്സ്, ഈ മാഗ്നറ്റിക് ഫോഴ്സ് എപ്പോഴും വിക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. വിക്കും ബിക്കും എപ്പോഴും ഈ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, മൂവ് ചെയ്യുന്ന ഒരു ചാർജിന് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യൂ. അതൊരു പോയിന്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കുക. അത് മാത്രമല്ല മാഗ്നറ്റിക് ഫീൽഡിൽ ഇപ്പൊ ഒരു ചാർജ് ഇരിക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അത് പല പാത്തിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പാത്തെല്ലാം നമ്മൾ ഇനി നോക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ വേണം. ഓക്കെ, മൂവ് ചെയ്യുന്ന ചാർജിന്റെ മുകളിലായിട്ട് എപ്പോഴും ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതാണ് മാഗ്നറ്റിക് ഫോഴ്സ്, QVB sin തീറ്റ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. മാഗ്നറ്റിക് ഫോഴ്സ് എപ്പോഴും വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് ഓരോ കണ്ടീഷൻസ് ആയിട്ട് എടുക്കാം. ഒന്ന്, ആദ്യം തന്നെ നമ്മളിപ്പോ പറഞ്ഞ തന്നെ ഇഫ് V ഈക്വൽസ് 0, V എന്ന് പറയുന്നത് 0 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് ചുമ്മാ ഇരിക്കുവാണ്. അങ്ങനെ ഒരു ഫോഴ്സ് അതിന് അനുഭവപ്പെടുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ V 0 ആണെങ്കിൽ F എന്തായിരിക്കും? ഉറപ്പായിട്ടും 0 ആയിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. Q Vയുടെ അവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ F എന്തായിരിക്കും? ഉറപ്പായിട്ടും 0 ആയിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് വി പാരലൽ ടു എന്താണ്, സോറി വി പാരലൽ ടു എന്താണ്, ബിക്ക് പാരലൽ ആണെന്ന് വിചാരിക്കുക. ഇപ്പം വി ബിക്ക് പാരലൽ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ ഈ വരച്ച പോലെ ഇതാണ് വി. ഈ വി എന്ന് പറയുന്നത് ആർക്ക് പാരലാ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബിക്ക് പാരലൽ ആണെന്ന് വിചാരിക്കാം. ബിക്ക് പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എന്താ? 0 ആവത്തില്ലേ? രണ്ട് പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എന്താവും? 0 ആവും. ഓക്കെ, അപ്പൊ F ഈക്വൽസ് QVB sin 0 എന്ന് വരും. sin 0 എന്തുവാണ്? 0. അപ്പൊ F എന്താവും? 0 ആവും. ക്ലിയർ ആണല്ലോ? അപ്പം V Bക്ക് പാരലൽ ആണെങ്കിൽ F എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് പോകുന്നതും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് ലൈൻ മോഷനിലായിരിക്കും. എങ്ങനെ? ഇത് പാരലൽ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാർജ് മൂവ് ചെയ്യുക എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുക. ഇനി അടുത്ത ഒരു കണ്ടീഷൻ, ഈ V എന്ന് പറയുന്നത് ആന്റി പാരലൽ ആണെങ്കിൽ, ആന്റി പാരലൽ ടു ആർക്ക്? ബിക്ക്. ഓക്കെ, വി ബിക്ക് ആന്റി പാരലൽ ആണെങ്കിൽ, ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ Q ചാർജ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ബി ഇങ്ങോട്ടാണെങ്കിൽ വി ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബി ഇങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ചാർജ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കും, വി വെലോസിറ്റിയിൽ. ആംഗിൾ എത്രയാ? 180. വീണ്ടും നമ്മുടെ ഇക്വേഷൻ F ഈക്വൽസ് QVB sin 180 എന്ന് വരും. 180യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം F എന്ത് വരും? 0 വരും. ഇതും നമ്മുടെ ഏത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ലേ നമ്മുടെ ചാർജ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിലും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം പാരലൽ ആണെങ്കിലും ആന്റി പാരലൽ ആണെങ്കിലും ഒരു യൂണിഫോം ഫീൽഡില് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഓക്കെ, അത് നാലാമത്തെ ഒരു കണ്ടീഷൻ. ഇത് ഉറപ്പായിട്ടും നമ്മൾ പാരലൽ എടുത്തു, ആന്റി പാരലൽ എടുത്തു. ഇനി ഉറപ്പായിട്ടും എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. V പെർപെൻഡിക്കുലർ ടു F. ഇക്വേഷൻ നോക്കിയേ, F ഈക്വൽസ് QVB sin എന്താണ്? 90 ഡിഗ്രി വരും. sin 90 എന്താണ്? 1 ആണ്. അപ്പൊ F ഈക്വൽസ് QVB എന്ന് വരും. ഇതാണ് എഫിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. വി ബിക്ക് പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ് മാക്സിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത് പെർപെൻഡിക്കുലർ കണ്ടീഷനിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പെർപെൻഡിക്കുലർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. ഈ ഇൻറ്റു സൈൻ ഇട്ടേക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ഉള്ളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി Q എന്ന് പറയുന്ന ചാർജ് താഴോട്ട് പോവുകയാണെങ്കിൽ ഫോഴ്സ് എപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ, പെർപെൻഡിക്കുലർ കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ Q ചാർജ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതിന്റെ വെലോസിറ്റി മൂവ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഫോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും അനുഭവപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു Q ചാർജ് എന്ന് പറയുന്നത് ഇവിടെ അനങ്ങാതെ നിൽക്കുവാണോ? അല്ല, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഫോഴ്സ് എന്താണ്? ഇങ്ങനെ ഒരു സെന്ററിലോട്ട് എന്താണ് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും ഇത് മൂവ് ചെയ്യുക.
ഓക്കെ, അപ്പം ഇത് ഒരു സർക്കുലാർ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഈ ചാർജ് മൊത്തത്തിൽ മൂവ് ചെയ്ത് വരിക. അപ്പം ഇതിന്റെ പാത്ത് എന്തായിരിക്കും, ഒരു സർക്കുലാർ പാത്ത് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, പാരലും ആന്റി പാരലും ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അത് എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. പക്ഷെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ വി എഫിന് വി ബിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഫോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പം ചാർജ് എന്ത് ചെയ്യും, ഒരു സർക്കുലാർ പാത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഒരു സർക്കുലാർ പാത്ത് ആയിരിക്കും കിട്ടുക. ഇനി ഒരു കണ്ടീഷനും കൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വിയും ബിയും ഇതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരു <90° ആണെന്ന് വിചാരിക്കും. ലെസ് ദാൻ ഒരു ആർബിട്രറി ആംഗിൾ ആണെന്ന് വിചാരിക്കുക. <90° ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും, ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു <90° എന്ന് പറയുമ്പോൾ എപ്പോഴും പെർപെൻഡിക്കുലർ നമ്മൾ ഈ ഒരു രീതിയിലല്ലേ വരയ്ക്കുന്നത്. അപ്പൊ <90 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുവാന്ന് വിചാരിക്കും. ഇത് ക്യൂ ചാർജ് ഈ ഒരു രീതിയിൽ ചരിഞ്ഞ് കാണാൻ പറ്റും. ഇത് ചരിഞ്ഞിരിക്കുവാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആക്കി മാറ്റാൻ പറ്റും. ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ്, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് നോക്കിയേ, ഇതിന് പാരലൽ അല്ലേ. വെർട്ടിക്കൽ കമ്പോണന്റ് നോക്കിയേ, ഇതിന് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പൊ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഉള്ള സമയത്ത് ഇതിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനും ഉണ്ട്, ഒരു സർക്കുലർ മോഷനും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുന്നത് പാരലും ആന്റി പാരലും തുല്യമല്ലേ, ഇങ്ങനെ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലറിന് തുല്യമല്ലേ. പാരൽ ആന്റി പാരലും അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനും അതേപോലെ പെർപെൻഡിക്കുലർ അത് സർക്കുലർ മോഷനുമാണ്. മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ സ്ട്രെയിറ്റ് ആ പോകാനും പറ്റത്തില്ല, സർക്കിൾ ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഉള്ള ഒരു പാത്താണ് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത്. ഇതേപോലെ പോകും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹെലിക്കൽ പാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നമ്മുടെ ഈ ഒരു എന്താണ് ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുവാണെങ്കിൽ, ഇതിന് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുവാണെങ്കിൽ പല രീതിയിൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ട്, പിന്നെ സർക്കുലർ മോഷൻ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഹെലിക്കൽ പാത്തിൽ ഇതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഇത് മൂന്നും കൂടെ ചേർത്തോണ്ട് ഓപ്ഷനിൽ തരത്തില്ല. ഓക്കെ, മൂന്ന് രീതിയിലും ഇതിന് പാസ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ടീഷൻസ് എന്താണ്, ഓരോന്നിനും ഓരോ കണ്ടീഷൻസ് ആണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ഒരു ഇക്വേഷൻ ആണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്, QVB sin തീറ്റ. ഇതിൽ തീറ്റയ്ക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ലെൻസ് ലോ അനുസരിച്ച് the direction of induced current is such that dash. എന്താണ്, ഓക്കെ, എന്താണ് ലെൻസ് ലോ എന്ന് പറയുന്നത്. ലെൻസ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി ഓർക്കേണ്ടത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ പറ്റി അറിയണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റീനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ്. ഇപ്പം ഒരു എന്താണ്, ഒരു ഏരിയ, ഓക്കെ, ഒരു ഏരിയയിൽ കൂടെ എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസ് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് കടന്നു പോകുന്നു. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന് ഈ ഒരു പ്ലെയിന് അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇതിൽ കൂടെ കടന്നു പോകുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയും. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ആണ് ഫൈ. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഏരിയയിൽ കൂടെ എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകുന്നുണ്ടോ അപ്പം ഏരിയ നമ്മൾ എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, ഡോട്ട് ആണ് ഇവിടെ. അപ്പൊ ഫൈ ഈക്വൽസ് എന്താണ്, BA cos തീറ്റ എന്ന് വരും. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. BA cos തീറ്റ അല്ലെങ്കിൽ AB cos തീറ്റ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഫൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു യൂണിറ്റ് ഏരിയ കൂടെ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട് അതിനെ പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, അത് ഈക്വൽസ് എന്താണ്, ഫൈ ബൈ എ. ഓക്കെ, ഒരു ഏരിയ കൂടെ ഒരു യൂണിറ്റ് ഏരിയ കൂടെ എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകുന്നു. യൂണിറ്റ് എന്താണ്, വെബർ പെർ മീറ്റർ സ്ക്വയർ. ഇതിനെ പറയുന്ന പേരാണ് ടെസ്ല.
അപ്പൊ ടെസ്ല ആരുടെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ. അപ്പം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് ഞാൻ പറഞ്ഞു. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തൊക്കെ മാറിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരാം? ഓക്കെ, ഇപ്പൊ ബി മാഗ്നറ്റിക് ഫീൽഡ് കുറയും കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇപ്പൊ നോക്കിയേ, ബി കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പൊ നോക്കിയേ ഒരു ഫീൽഡില് ഒരു ഫീൽഡ് അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇൻറ്റു വിട്ട് ജസ്റ്റ് കാണിക്കാം. ഓക്കെ, ഈ ഒരു ഫീൽഡില് ഞാൻ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ വെച്ചേക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഈ ഫീൽഡിന്റെ സ്ട്രെങ്ത് ഞാൻ അങ്ങ് കൂട്ടി. ഓക്കെ, ഫീൽഡിന്റെ സ്ട്രെങ്ത് ഞാൻ കുറച്ചുകൂടെ അങ്ങ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കാണാൻ പറ്റും? ഇതില് കറണ്ട് ഇൻഡ്യൂസ് ആവുന്നത് കാണാൻ പറ്റും. ചുമ്മാ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും ആവത്തില്ല. പക്ഷേ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് ഉണ്ടായാൽ ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം, എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവണം. ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചാർജ് അവിടെ എന്ത് ഇൻഡ്യൂസ് ആവും? കറണ്ട് ഇൻഡ്യൂസ് ആവും. അത് മാത്രമല്ല, ഇപ്പം ഇവിടെ ഞാൻ എന്താണ് ഒരു സർക്കുലർ ലൂപ്പ് വെക്കുവാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡില് ഞാൻ ഒരു സർക്കുലർ ലൂപ്പ് വെക്കുവാണ്. ഈ ലൂപ്പിന്റെ ഏരിയ കൂട്ടിക്കഴിഞ്ഞാലും ഈ ലൂപ്പിൽ കൂടെ കറണ്ട് ഇൻഡ്യൂസ് ആവുന്ന കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏരിയ കൂട്ടുകയും കുറഞ്ഞാലും എന്ത് ചെയ്യാം? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാം. ഇനി ഇതിനെ ഞാൻ എന്താണ് നോക്കിയേ, ഇവിടെ ഒരു ഹോൾ ഇടുവാണ്, ഇവിടെ ഒരു ഹോൾ ഇടുവാണ്. ഇതിൽ കൂടെ എന്തെങ്കിലും ഞാൻ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുവാണ്? ഈ ഒരു റിങ്ങിനെ, ഈ ഒരു ലൂപ്പിനെ ഞാൻ കറക്കുവാണ് ഇവിടെ നിൽക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾ വ്യത്യാസത്തിൽ ഇത് ഇവിടെ കിടന്ന് മാഗ്നറ്റിക് ഫീൽഡ് കറങ്ങുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ആംഗിള് കൂടുകയും കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഇൻഡ്യൂസ് ആവും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഒരു സർക്കുലർ ലൂപ്പ് ഞാൻ ഇവിടെ വെച്ചേക്കുവാണ്. ഈ ലൂപ്പില് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ഈ മാഗ്നറ്റിക് ഫീൽഡ് കൂടിയും കുറഞ്ഞാലും എന്ത് ഇൻഡ്യൂസ് ആവും? കറണ്ട് ഇൻഡ്യൂസ് ആവും. ഏരിയ ഇങ്ങനെ ഇരിക്കുന്നതിന് ഞാൻ കുറച്ചുകൂടെ വലുതാക്കുവാണ്. വലുതാക്കുമ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുമല്ലേ, അപ്പൊ ഇൻഡ്യൂസ് ആവുന്ന കറണ്ടും കൂടും. ഇനി ഇതിനെ ഞാൻ ഒരു ആംഗിളിൽ ഇവിടെ ഇട്ട് ഇങ്ങനെ കറക്കുവാണ് മാഗ്നറ്റിക് ഫീൽഡിൽ, അപ്പോഴും എന്താവും? കറണ്ട് ഇൻഡ്യൂസ് ആവും. ഉറപ്പായിട്ടും ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ കറണ്ട് ഇൻഡ്യൂസ് ആയിരിക്കും. കറണ്ട് ഇൻഡ്യൂസ് ആവുന്നു, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുന്നു എന്ന് പറയാം. വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജിനെ പറയുന്നതാണ് EMF. ക്ലിയർ ആണല്ലോ? കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നെന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പം കറണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഞാനിപ്പോ ഈ ഒരു സർക്കുലർ ലൂപ്പ് എടുത്തുകൊണ്ടാണ് കറണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പം ഒരു സ്ട്രെയിറ്റ് വയർ ആയിരുന്നെങ്കിലോ ഇതില് ജസ്റ്റ് ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ചാർജിന് മൂവ് ചെയ്ത് ഇവിടെ വരെ വരാൻ പറ്റുമായിരിക്കും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും, അല്ലാണ്ട് ഇത് കിടന്ന് കറങ്ങാനായിട്ട് പറ്റത്തില്ല. അപ്പം അവിടെ കറണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും വോൾട്ടേജോ EMFോ ഇൻഡ്യൂസ് ആയതേ പറയാൻ പറ്റും. അപ്പൊ കറണ്ടിനെ കാട്ടിയും ബെറ്റർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് വോൾട്ടേജ് ഇൻഡ്യൂസ് ആയി. ഓക്കെ, സർക്കുലർ ലൂപ്പ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം കറണ്ട് തന്നെയാണ് ഇൻഡ്യൂസ് ആയത്. അപ്പം ഇത് സർക്കുലർ അല്ലാത്ത കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന വോൾട്ടേജ്. അപ്പൊ ജനറൽ ആയിട്ട് പറയാൻ പറ്റുന്ന വോൾട്ടേജ് എന്നോ EMF എന്നോ ആണ്. അപ്പൊ മൊത്തത്തിൽ ഓക്കെ, ബിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, എയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ, തീറ്റയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ഇൻഡ്യൂസ് ആവും? വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ആവും. ഇവര് മൂന്ന് പേരും കൂടെ ചേഞ്ച് ചെയ്യുന്നെന്ന് പറയുന്നതിനെക്കാട്ടി എളുപ്പം പറയാൻ ഫൈ ചേഞ്ച് ചെയ്യുന്നല്ലേ. ഫൈ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്ത് ഇൻഡ്യൂസ് ആവും? EMF ഇൻഡ്യൂസ് ആവും. ക്ലിയർ ആണോ? ഇതാണ് ഫാരഡേസ് ലോ എന്ന് പറയും. ഫാരഡേസ് ലോ. ഓക്കെ, ഇങ്ങനെ ഇൻഡ്യൂസ് ആവുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയോ ചേഞ്ച് വന്നപ്പം ബിയില് എയില് തീറ്റയിലൊക്കെ ചേഞ്ച് വന്നപ്പം ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ആയി. ഇതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി പറയുന്ന ലോ ആണ് ഫാരഡേസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? EMF എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? dϕ/dt പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇൻഡ്യൂസ് ചെയ്ത EMF റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്, മാഗ്നറ്റിക് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഓക്കെ, ഇനി ലെൻസ് ലോ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് എത്തിപ്പെട്ടു. ലെൻസ് ലോ എന്താണ്? ലെൻസ് ലോ എന്ന് പറഞ്ഞാൽ ഈ ഫാരഡേയുടെ ലോയില് ഒരിക്കലും ഇതിന്റെ ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇപ്പം ഒരു EMF ഇൻഡ്യൂസ് ആയി, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്നൊന്നും ഫാരഡേസ് ലോയിൽ പറയുന്നത്. പക്ഷെ ലെൻസ് ലോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആര് കാരണമായാലോ
സോറി ആര് കാരണമാണോ എന്ത് EMF ഉണ്ടായത്, ആര് കാരണമാണ് ഉണ്ടായത്? മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമല്ലേ EMF ഉണ്ടായത്. ആ കാരണത്തിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഇത് ഫ്ലോ ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങോട്ടാണോ അതിന് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തേ ആര് ഒഴുകത്തുള്ളൂ അല്ലെങ്കിൽ ആര് ഫോം ചെയ്യത്തുള്ളൂ? വോൾട്ടേജ് ഫ്ലോ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് തന്നെ എഗൻസ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സൈനും കൂടെ ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് സൈൻ ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? ലെൻസ് ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഫാരഡേസ് ലോ ജസ്റ്റ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു, അതിനനുസരിച്ച് ആയിരിക്കുമല്ലോ EMF ഇൻഡ്യൂസ് ആവുന്നതെന്ന് ആര് പറഞ്ഞു? ഫാരഡേ പറഞ്ഞു. ലെൻസ് പറഞ്ഞത് എന്താണ്? ഫാരഡേയുടെ ലോയുടെ കൂടെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്തു. എന്താണ്? ഈ ഉണ്ടായ EMF ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ആര് കാരണമാണോ അത് ഉണ്ടായത്, ആര് കാരണമാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് കാരണമല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്ത് ഇത് ഒഴുകത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ EMF അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒപ്പോസസ് എന്താണ്? ഒപ്പോസസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് അതിന്റെ ഡയറക്ഷൻ ഒപ്പോസ് ചെയ്ത് മാത്രമേ എന്ത് ഒഴുകത്തുള്ളൂ? നമ്മുടെ കറണ്ട് ഒഴുകത്തുള്ളൂ അല്ലെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഒഴുകത്തുള്ളൂ. ഇതാണ് ലെൻസ് ലോ എന്ന് പറയുന്നത്. അപ്പം ഫാരഡേസ് ലോ തന്നെയാണ് ലെൻസ് ലോ. പക്ഷെ ലെൻസ് ലോയിൽ എന്തും പറയുന്നുണ്ട്? ഡയറക്ഷൻ പറയുന്നുണ്ട്. ഫാരഡേസ് ലോയിൽ ഡയറക്ഷൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഓൾ ദ ഇൻസിഡന്റ് റേ നോർമൽ ടു ദ മിറർ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ ഡാഷ്. എന്തായിരിക്കും? സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്ലക്ഷന്റെ സെക്കൻഡ് ലോ. ഫസ്റ്റ് ലോ എന്താണ് റിഫ്ലക്ഷന്റെ? ഓക്കെ, ഞാൻ ഒരു പ്ലെയിൻ മിറർ എടുക്കുവാണ്. ഇത് നോർമല്, ഇതില് ഒരു റേ വന്ന് ഒബ്ലിക്കൽ എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ് വന്നിട്ട് തട്ടുവാണെങ്കിൽ ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് ആ മീഡിയത്തിലോട്ട് തന്നെ ഇത് തിരിച്ചു പോകും. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോ റിഫ്ലക്ഷന് 2 ലോസ് ആണുള്ളത്. ഒന്നാമത്തെ ലോ എന്താണ്? എപ്പോഴും ഓക്കെ ഐയും ആറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടാമത് പറയുന്നത് എന്താണ്? ഈ ഇൻസിഡന്റ് ആംഗിളും ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് ആംഗിളും എപ്പോഴും ഈ ഒരു റിഫ്ലക്റ്റഡ് റേ, ഈ 3 പേര് ആരൊക്കെയാണ്? ഇൻസിഡന്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ. ഈ 3 പേരും എപ്പോഴും ലൈ ചെയ്യുന്നത് സെയിം പ്ലെയിൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ ഓൾ ദ ഇൻസിഡന്റ്, നോർമൽ അതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഓക്കെ, സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും ഇത് 3ഉം ലൈ ചെയ്യുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which force acts without physical contact and governs celestial body motion in mechanics? ഏത് ഫോഴ്സ് ആണ് ഫിസിക്കൽ കോണ്ടാക്ട് പോലും ഇല്ലാണ്ട് അതിന്റെ ഇടയിൽ എക്സിസ്റ്റ് ചെയ്യും? 2 ബോഡിയുടെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സെലസ്റ്റിയൽ ബോഡിയിലെ എല്ലാ മോഷനെല്ലാം ഈ ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഓബ്ജക്ട്സും തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം സണ്ണ് നമ്മളെ അട്രാക്ട് ചെയ്യും, നമ്മളെ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എർത്ത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വേറൊരാൾ ഇരിക്കുവാണെങ്കിൽ ആൾക്കാർ തമ്മിൽ എന്ത് ചെയ്യുവാണ്? നമ്മുടെ എർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാസം ഒട്ടും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ ഇടയിലുള്ള എന്താണ് ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മള് ചെറിയ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, പക്ഷെ എല്ലാ നമ്മുടെ യൂണിവേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഏതാന്നാ ചോദിക്കുന്നത്. ഏത് തന്നെയാണ്? നമ്മളെ ഈ എർത്തിന്റെ മുകളിൽ നമ്മളെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫോഴ്സ് ഏത് തന്നെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. ഓക്കെ, ഉള്ള ഫോഴ്സുകളിൽ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ് എന്താണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ള ഫോഴ്സ് ആണ്. നല്ല റേഞ്ചിന് ഇതിന്റെ ഫോഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വീക്ക് ഫോഴ്സ് ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഭയങ്കര വലുതാണ്. ഏത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും.
ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി പറയുന്ന ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. ഇതില് നമ്മുടെ ന്യൂട്ടൺ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മാസ് ഉണ്ടെങ്കിൽ, രണ്ട് മാസ് ഉണ്ട്, ആ മാസിനിടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇതിന് ഈ ഒരു മാസ് ഇതിനെ അട്രാക്ട് ചെയ്യും, ഇത് ഇതിനെ അട്രാക്ട് ചെയ്യും. എന്ത് ഉപയോഗിച്ചിട്ട്? ഒരു ഫോഴ്സ് ഉപയോഗിച്ചു. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് മാസുകളുടെ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഈ രണ്ട് മാസുകളുടെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഈ രണ്ട് മാസുകളുടെ ഇടയിലുള്ള ദൂരത്തിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ജി ആണ് ആ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഈ ഒരു കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിറ്റ് എന്താണെന്ന് അറിയാവോ? നോക്കിയേ, ജി ഈക്വൽസ്, ഈ ആർ ഞാൻ ഇവിടെ കൊണ്ടുപോകണം, ആർ സ്ക്വയർ ബൈ m1 m2. ഓക്കെ, എഫിന്റെ എന്തുവാ? ന്യൂട്ടൺ. ആറിന്റെ മീറ്റർ സ്ക്വയർ. ഇത് രണ്ട് മാസ് ആണ്, കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പം ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ആരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് മാസുകൾ ഉണ്ടെങ്കിൽ അതിനിടയിലുള്ള ഫോഴ്സ് ആ മാസുകളുടെ പ്രോഡക്റ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അതിന്റെ ഇടയിലുള്ള ഏരിയക്ക് ഇൻവേഴ്സ്, ഏരിയയുടെ അതിന്റെ ഇടയ്ക്കുള്ള എന്താണ് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. ഇത് പറയുന്ന ലോ ആണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ റേഞ്ച് ഉള്ള ഒരു ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. Okay, next question. What is the dimensional formula of pressure? എന്താണ് പ്രഷറിന്റെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്? പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഫോഴ്സ് ബൈ ഏരിയ ആണ് എന്തെന്ന്? ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രഷറിന്റെ ഡൈമെൻഷൻ എന്താണ്? ഫോഴ്സിന്റെ ഡൈമെൻഷൻ. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ma. ഓക്കെ, ആക്സിലറേഷന്റെ ഡൈമെൻഷൻ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുമ്പോൾ LT⁻⁻1 ആണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷന്റെയോ LT⁻⁻2 ആണ് ആക്സിലറേഷൻ ഡയമെൻഷൻ ഫോർമുല. അപ്പൊ പിന്നെ ഫോഴ്സിന്റെയോ മാസ് ക്യാപിറ്റൽ M, ആക്സിലറേഷൻ എന്താണ്? LT⁻⁻2. അപ്പൊ MLT⁻⁻2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല. ഇവിടെ നോക്കിയേ, MLT⁻⁻2 ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ L സ്ക്വയർ. ഓക്കെ, L സ്ക്വയർ മുകളിൽ വന്നു കഴിഞ്ഞാൽ MLT⁻⁻2 ഇൻറ്റു L⁻⁻2. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന മുകളിൽ വരുമ്പോൾ എന്താവും? സൈൻ നെഗറ്റീവ് ആവും. ഓക്കെ, ഇവിടെ ഒരു ഒന്നുണ്ട്, L1 L⁻⁻2. ഓക്കെ, A⁻m ഇൻറ്റു A⁻n എന്തുവാ? A⁻m പ്ലസ് n. ഓക്കെ, എന്ന് പറഞ്ഞാൽ A⁻1 പ്ലസ് -2 എന്ത് വരും? A⁻−1. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. അപ്പൊ എന്ത് വരും? M L⁻−1 T⁻−2 ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷറിന്റെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which component is commonly used to vary the resistance? റെസിസ്റ്റൻസിനെ ഒന്ന് വേരി ചെയ്യാൻ വേണ്ടിയിട്ട്, റെസിസ്റ്റൻസിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റ് ഏതാണ്? അല്ലെങ്കിൽ ഡിവൈസ് ഏതാണ്? അതിന് പറയുന്ന പേരാണ് റിയോസ്റ്റാറ്റ്. അപ്പൊ റിയോസ്റ്റാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ റെസിസ്റ്റൻസ് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെസിസ്റ്റൻസ് മൊത്തത്തിൽ വേരി ചെയ്യിക്കാൻ പറ്റുന്ന നമുക്കൊരു ഡിവൈസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ റിയോസ്റ്റാറ്റ് എന്ന് പറയും. ഓക്കെ, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, V ഈക്വൽസ് IR, അല്ലെങ്കിൽ R എന്ന് പറയുന്നത് എന്താണ്? V by I. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? Ohm.
ഓക്കെ, ഓമിന്റെ സിമ്പൽ എന്താണ്? ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഓം എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? കണ്ടക്ടൻസ്. ഓക്കെ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണ്? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് സീമെൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ റെസിസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റേഴ്സ്. ഓക്കെ, റെസിസ്റ്റേഴ്സ്. അപ്പം റെസിസ്റ്റേഴ്സ് ഇപ്പോ R1, R2, R3 എന്നൊക്കെ പറഞ്ഞ് 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഇവരെ പാരലി, ഓക്കെ, ഈ ഒരു രീതിയിൽ ഇവരെ കണക്ട് ചെയ്യാം. ഇതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയും. R1, R2, R3 ഇങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ ഇവരെ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇവരെ കണക്ട് ചെയ്യാം. ഇതിനെയാണ് എന്താ? പാരലൽ കണക്ഷൻ എന്ന് പറയും. ഇത് സീരീസ് കണക്ഷൻ, ഇത് പാരലൽ കണക്ഷൻ. ഓക്കെ, സീരീസ് കണക്ഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് മൊത്തം റെസിസ്റ്റൻസ് എത്ര കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ R എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ സർക്യൂട്ടിലുള്ള മൊത്തം റെസിസ്റ്റൻസിനെ മൂന്നും കൂടെ കൂട്ടിയാൽ മതി. പക്ഷെ പാരലൽ കണക്ഷനിൽ അങ്ങനെയല്ല. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഇക്വേഷൻ 1/R എന്ന് പറയുന്നത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ആണ്. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ആരുടെ കേസിൽ? പാരലൽ കണക്ഷന്റെ കേസ്. അപ്പൊ സീരീസിലും പാരലും രണ്ട് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? Next question. Which force arises when a body is immersed in a fluid and displaces the fluid? Okay. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ എന്താണ് ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് അതല്ലോ എന്തെങ്കിലും സാധനം നമ്മളങ്ങ് മുക്കുവാണെന്ന് വിചാരിക്കുക. ആ വെള്ളത്തിൽ അങ്ങ് മുക്കുവാണെങ്കിൽ നമ്മൾ എന്താണ് നല്ല ഡീപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നിറഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഒന്ന് പുറത്തോട്ട് പോകും അല്ലേ? അല്ലെങ്കിൽ തന്നെ നോക്കിയേ, ഇപ്പൊ ഒരു ബീക്കർ, ഓക്കെ, ഇതില് നിറച്ചും വെള്ളം. ഓക്കെ, അപ്പം ഫുൾ ആയിട്ട് എന്താണ്? വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോഴാണ് ഞാൻ വല്ല ബോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ഇതിൽ ഇടുന്നത്. ഇടുമ്പോ എന്ത് സംഭവിക്കും? ഇത് ഫുൾ അങ്ങ് ടോപ്പ് വരെ നിറഞ്ഞിരിക്കുവാണെ അപ്പോഴാണ് ഞാൻ ഈ ബോൾ ഇടുന്നത്. എന്ത് സംഭവിക്കും? ഇതിന്ന് കുറച്ച് വെള്ളം എന്തായാലും പുറത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ് ചെയ്ത വെള്ളം എന്ന് വിചാരിക്കാം. എന്തുകൊണ്ടാണ് ഈ വെള്ളം ഡിസ്പ്ലേസ് ചെയ്തത്? ഈ വെള്ളം എന്തുകൊണ്ടാണ് ഇത്രയും നേരം ഇവിടെ എക്സിസ്റ്റ് ചെയ്തത്? കാരണം ഇതിന്റെ ഉള്ളില് ഒരു ഫോഴ്സ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇപ്പൊ നോക്കിയേ, ഇത് ഫുൾ വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ ഈ ഒരു പോയിന്റ് ഞാൻ എടുക്കുവാണ്. ഈ പോയിന്റിലുള്ള ഈ വെള്ളത്തിനെ അതിന്റെ മുകളില് ഫോഴ്സ് വരുന്നുണ്ട്. താഴെ നിന്നുള്ള ഫോഴ്സ് ഉണ്ട്, മുകളിൽ നിന്നുള്ള ഫോഴ്സ് ഉണ്ട്, സൈഡിൽ നിന്നുള്ള ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതിനവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ആ വെള്ളം എല്ലാം ഒരു ഫോഴ്സ് കൊണ്ടാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഏതൊരു സാധനം ഇതിലോട്ട് കൊണ്ടിട്ടാലും ഇതിനെ ഈ വെള്ളം മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സിന് പറയുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പം അത് മാത്രമല്ല, ഈ ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്തത്? ഈ ഒരു ഞാൻ ഇട്ട ബോളിന് തുല്യമായിട്ടുള്ള വെയിറ്റിലുള്ള വെള്ളം പുറത്തോട്ട് ഡിസ്പ്ലേസ് ആയത്. ഓക്കെ, ഞാൻ ഒരു ബോൾ ഇട്ട ആ ബോളിന്റെ അതേ വെയിറ്റിന് തുല്യമായിട്ടുള്ള വെള്ളമായിരിക്കും പുറത്തോട്ട് പോകുക. പറഞ്ഞു വരുമ്പോ ഈ ബോൾ ഇട്ടേക്കാട്ടി ഉപരി ആരാണ്? ഇവിടെ നിന്ന് വന്ന ഫോഴ്സ് ആണല്ലോ ഇതിന് കാരണക്കാരൻ. ആ ഫോഴ്സ് എന്തിന് തുല്യമാണ്? ഈ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും. ഓക്കെ, ഇത് തന്നെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലും ഈ ബോയന്റ് ഫോഴ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ഈ ബോയന്റ് ഫോഴ്സ് എന്തിന് തുല്യമാണ്? ഡിസ്പ്ലേസ് ചെയ്ത ആ എമൗണ്ട് വെള്ളത്തിന്റെ വെയിറ്റിന് തുല്യമാണ് ഈ ഒരു ബോയന്റ് ഫോഴ്സ്. ഈ ബോയന്റ് ഫോഴ്സ് അപ്ലൈ ആയതുകൊണ്ടാണ് ഈ ബോൾ ഇവിടെ ഇട്ടപ്പം ഇതിന് മുകളിൽ ഈ ഫോഴ്സ് അപ്ലൈ ആയതുകൊണ്ടാണ് അതിന് തുല്യമായിട്ടുള്ള ഒരു എമൗണ്ട് വെള്ളം പുറത്തോട്ട് പോയത്.
ക്ലിയർ ആണല്ലോ? ഈ ഫോഴ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബോയന്റ് ഫോഴ്സ്. ഓക്കെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് ഇപ്പം വെള്ളം കോരുവാണെന്ന് വിചാരിക്കുക. കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണ്. നമ്മള് ഈ വെള്ളം നോക്കിയേ, കിണറ്റിൽ നിന്ന് ഇപ്പം കിണറ്റിൽ വെള്ളമാണ്. അപ്പൊ നമ്മള് എന്താണ് വെള്ളം കോരി എടുക്കുവാണ്. ഈ വെള്ളം ഉള്ളിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വെയിറ്റ് കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് എപ്പോഴാണോ വെള്ളത്തിന് മുകളിലോട്ട് എന്ത് ചെയ്യാണ്, ഈ ബക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ തൊട്ടി എന്നൊക്കെ പറയും, അത് മുകളിലോട്ട് പൊങ്ങി വരുന്നത്, അപ്പം വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. വെള്ളത്തിന്റെ അടിയിലാണെങ്കിൽ ആ ഒരു തൊട്ടിയിൽ ഉള്ള വെള്ളത്തിന്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ അങ്ങോട്ട് പൊക്കുമ്പോൾ ആ വെയിറ്റ് അങ്ങ് ഫീൽ ചെയ്യും. ഓക്കെ. കാരണം എന്താണ്? ഇതിന്റെ ഉള്ളിൽ ആ വെയിറ്റ് ഫീൽ ചെയ്യാത്തതിന് കാരണം എന്താണ്? വെള്ളം ഓൾറെഡി മുകളിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഏതാണ്? ഈ ബോയന്റ് ഫോഴ്സ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ചിലപ്പം ഈ വെള്ളത്തിന്റെ അകത്ത് ചിലപ്പം ഇതിനുള്ള വെയിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 8 ന്യൂട്ടനെ കാണത്തുള്ളൂ. ഈ വെള്ളത്തിന്റെ മുകളിലോട്ട് ഇത് പൊങ്ങിയൊക്കെ എടുക്കാൻ നേരത്ത് ഇതിന് 10 ന്യൂട്ടൺ ഉണ്ടാവും. ഓക്കെ. ഒറിജിനലി എത്രയാണ്? 10 ന്യൂട്ടൺ വെയിറ്റ് തന്നെയായിരുന്നു ഈ തൊട്ടി വെള്ളത്തിനും എല്ലാം കൂടെ 10 ന്യൂട്ടൺ വെയിറ്റ് ആയിരുന്നു. പക്ഷെ അത് വെള്ളത്തിന് അടിയിലാവുമ്പോ എത്രയാ? 8 ന്യൂട്ടനെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. കാരണം എന്താ? ഓൾറെഡി ഒരു 2 ന്യൂട്ടൺ ഫോഴ്സ് നമ്മുടെ വെള്ളം തന്നെ അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? കുറയുക ചെയ്യുന്നത്. വെയിറ്റ് കുറയുന്ന പോലെ തോന്നും. ക്ലിയർ ആണല്ലോ? ഇതിനൊക്കെ തോന്നാൻ കാരണം ആരാണ്? വെള്ളം തന്നെ മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആയിട്ടുള്ള ബോയിൻ ഫോഴ്സ് ഉണ്ടോണ്ടാണ്. അല്ലെങ്കിൽ തന്നെ കടലിന്റെ മുകളിലൊക്കെ ഷിപ്പ് എങ്ങനെയാ നിൽക്കുന്നേ? നമ്മള് ഓൾറെഡി നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫുള്ളുണ്ട് താഴോട്ട്. അപ്പൊ ഷിപ്പ് അങ്ങ് മുങ്ങി പോകത്തില്ല. കാരണം എന്താ? ഇതിന് തുല്യമായിട്ടുള്ള ഒരു ഫോഴ്സ് മുകളിലോട്ട് അപ്ലൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന് മുകളിൽ സാധനങ്ങളൊക്കെ ഫ്ലോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷിപ്പൊക്കെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഏത് ഫോഴ്സ് കാരണം? ബോയന്റ് ഫോഴ്സ് കാരണം. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഏത്? ബോയന്റ് ഫോഴ്സ്. എപ്പോഴും അപ്വേർഡ് ആയിട്ട് അപ്ലൈ ആവുന്ന ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒബ്ജക്ട്സ് ഒക്കെ മുകളിൽ എന്ത് ചെയ്യുന്നത്? ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇതിനെ പറ്റി പറയുന്ന തന്നെ ലോയാണ് എന്ത്? നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്? ബോയിൻ ഫോഴ്സ് എന്തിന് തുല്യമാണ്? ഡിസ്പ്ലേസ് ചെയ്ത ആ വെള്ളത്തിന്റെ വെയിറ്റിന് തുല്യമാണ് എന്ത്? ഈ ഒരു ബോയിന്റ് ഫോഴ്സ്. അതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. Okay. Next question. What is the temperature of the triple point of water on Celsius scale? സെൽഷ്യസ് സ്കെയിലില് ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ട്രിപ്പിൾ പോയിന്റ് എന്താണ്? ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിന് സോളിഡും ലിക്വിഡും ഗ്യാസും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മൂന്നുമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിലും ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഏത് ടെമ്പറേച്ചറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.01 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ. ഇവിടെ ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പ്രഷർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 611.73 പാസ്കൽ ആണ് എന്തെന്ന് പറയുന്ന പ്രഷർ. ഓക്കെ. ഇതാണ് ട്രിപ്പിൾ പോയിന്റ്. നമ്മുടെ വാട്ടറിന് 3 സ്റ്റേറ്റിലും ഒരുപോലെ എക്സിസ്റ്റ് ചെയ്യാൻ, ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ് ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് ടെമ്പറേച്ചർ എന്താണ്? 0.01 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ 611.73 പാസ്കൽ ആണെന്ന് ഓർത്തിരിക്കുക. Okay. At question, what type of wave is a sound wave? In air. Sound wave എന്ത് type of wave ആണെന്നാണ് ചോദിച്ചത്. Okay. Sound wave എന്ത് type of wave ആണ്? Transverse ആണോ longitudinal ആണോ? Transverse എന്താണ്? Longitudinal എന്താണ്? ഓക്കെ. ട്രാൻസ്വേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വേവ് ഇങ്ങനെ പോവുകയാണ്. അപ്പം വേവ് പോകുമ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, മുകളിലോട്ട് താഴോട്ട്. പക്ഷെ വേവ് പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടാണല്ലോ, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും ഇടയിലുള്ള ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. ഓക്കെ. ഇങ്ങനെ 90 ഡിഗ്രി വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ
ഓക്കെ, രണ്ടും പാരലൽ ആണെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ആംഗിൾ ഇല്ല, 0 ഡിഗ്രി ആണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ട്. അപ്പൊ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ട്രാൻസ്വേഴ്സ്, പാരലൽ ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. നമ്മളെ സൗണ്ട് വേവ് എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്, അത് പാരലൽ ആണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന് ഇമ്പോർട്ടന്റ് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ആര് തന്നെയാണ്? ലൈറ്റ്. ഓക്കെ, അപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, അതേപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് പ്രിൻസിപ്പിളിലാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് വർക്ക് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് ആണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മാത്രമല്ല, ഡയമണ്ടിന് ഇത്രയും തിളക്കം വരാൻ കാരണം, അതിന് കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതേപോലെ തന്നെ മിറാഷ്. ഓക്കെ, മിറാഷിന് കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ടായിരിക്കണം ഒരു റേ പോവേണ്ടത്. കാരണം ഓക്കെ, ഇവിടെ ഒരു റേ വരുവാണെങ്കിൽ ഇത് റെയറർ മീഡിയം ആണെങ്കിൽ സ്പീഡ് കുറയും. കാരണം ഇവിടെ എന്താണ്? ഡെൻസിറ്റി കുറവാ. ഇവിടെ എന്താണ്? ഡെൻസിറ്റി കൂടുതലാണ്. നമ്മുടെ ലൈറ്റിനെ സംബന്ധിച്ച് ലൈറ്റിന് ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് സഞ്ചരിക്കാൻ പറ്റും. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതാണ് നോർമലിനെ കാട്ടി കുറച്ചുകൂടെ ദൂരത്തോട്ട് ഇത് ബെൻഡ് ചെയ്തങ്ങ് പോകും. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്യണം. ഇങ്ങനെ ബെൻഡ് ചെയ്ത് അവസാനം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, θc. ആ ഒരു ആംഗിൾ ആവുമ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പ്ലെയിന് പാരലൽ ആയിട്ട് വന്ന് നിൽക്കും. ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടിയും ഞാൻ ആംഗിൾ കൂട്ടുവാണെന്ന് വിചാരിക്കുക. ഞാൻ എടുക്കുന്ന ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടിയും കൊണ്ടങ്ങ് കൂടുവാണെങ്കിൽ ഇത് തിരിച്ചതാ ഇതേപടി ഇങ്ങ് വരും. ഇപ്പൊ എന്തായി? റിഫ്ലക്ഷൻ ആയി. ഇതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കാൻ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ലൈറ്റ് റേസ് എപ്പോഴും ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട് തന്നെ ആയിരിക്കണം സഞ്ചരിക്കുക. രണ്ട്, ആംഗിൾ എപ്പോഴും ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി കൂടുതലായിരിക്കണം. ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ പിന്നെ എന്താണ്? ഇത് ഇവിടെ വന്ന് നിൽക്കത്തേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലോട്ട് തിരിച്ചു വരുന്നില്ല, ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പക്ഷേ ക്രിട്ടിക്കൽ ആംഗിളിനെ കാട്ടി കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് തിരിച്ച് ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ച് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഈ റിഫ്ലക്ഷനെയാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നമ്മൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തു വിടുവാണെങ്കിൽ ഇവിടെ ഒരു ഇൻഫർമേഷൻ കടത്തി വിട്ടു, അത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തട്ടി എവിടെയാണോ ടാർഗറ്റ് ആ ടാർഗറ്റിലോട്ട് ഇത് ചെന്ന് എത്തിപ്പെട്ടോളും. ഓക്കെ, എനർജി ലോസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഡയമണ്ടിന് ഇത്രയും തിളക്കം, സ്പാർക്ലിംഗ് വരുന്നത്, അതേപോലെ മിറാഷ് ഉണ്ടാവുന്നത്, ഇതിനെല്ലാം കാരണം എന്ത് തന്നെയാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഈ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഞാൻ എന്തായാലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തായാലും കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു.